അമ്പലപ്പുഴ നിയോജകമണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഏതാനും നിമിഷങ്ങൾക്കകം KC വേണുഗോപാൽ MPയും ശ്രീ G. സുധാകരൻ സാറും എത്തിച്ചേരുന്നതാണ്. അപ്പം എന്തായിരിക്കും ഇന്ന് G. സുധാകരൻ സാർ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഈ കേരളം തന്നെ കാത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം. അനിവാര്യമായ സാഹചര്യം, ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നതാണ്. ഇതിനു വേണ്ടിയുള്ള പരിശ്രമം അതിശക്തമായി മുന്നോട്ട് പോകുക. സുധാകരൻ സാറിന്റെ സക്സസ് നമുക്കറിയാലോ. സാഗർ എന്ന് പറയുന്ന ഒരു പ്രവാസി ആത്മഹത്യ ഉണ്ടായ ഭീകരമായ കാഴ്ച അവരെ സ്ഥാനാർത്ഥിയാണ് ചോദ്യം ചെയ്തു. കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് 100-ലധികം സീറ്റോടുകൂടി ഐക്യജനാധിപത്യം മുന്നോട്ട് വരും അധികാരത്തിൽ വരുന്നത്. ഇത് തന്നെയാണ് പശ്ചിമബംഗാൾ സംഭവിച്ചത്. പശ്ചിമബംഗാളിൽ അവിടെ CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്താണ് സംഭവിച്ചത്? അമിതമായി പുസ്തകം ഇറക്കിക്കൊണ്ട് വെല്ലുവിളിക്കുന്നത് എവിടെയാണ്? കണ്ണൂരിലാണ്, അവരുടെ കൊത്തളങ്ങളിലാണ്. അവിടെ നമ്മുടെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രിയായി, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായി, അതിനപ്പുറം കേരളത്തിലെ മന്ത്രിയായി, അതിനപ്പുറം ഉന്നത പാർട്ടി വേദികളിൽ അംഗീകാരമുള്ള നേതാവായി. ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾക്ക് ആശയവും ആവേശവുമായ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലോഷി സേവ്യർ, നമ്മുടെ UDF-ന്റെ നേതാവായ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന G. സുധാകരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. ആയിരക്കണക്കിന് UDF പ്രവർത്തകരാണ് ഇന്ന് ഈ UDF-ന്റെ ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട AICC സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും കൂടാതെ കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരും ഇവിടെ ഈ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ശ്രീ G. സുധാകരൻ സാറ് ഇപ്പോൾ വേദിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇലക്ഷനായി മാറിയിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറിയിരിക്കുകയാണ്. അമ്പലപ്പുഴയാണ് ഇപ്പോൾ കേരളത്തിൽ മൊത്തം ചർച്ച. ഇപ്പോൾ അമ്പലപ്പുഴയിൽ G. സുധാകരൻ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന G. സുധാകരൻ സാറിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ മൊത്തത്തിൽ കേരളത്തിൽ ഒരു ചർച്ച നടക്കുന്നത്. അപ്പോൾ എന്തായാലും വേദിയിലേക്ക് അദ്ദേഹം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഹാമിദിക്കയാണ്. ഹാമിദിക്ക വളരെ ഹാപ്പിയിലാണ്. കാര്യം ഈ വർഷം 100% വിജയം ഉറപ്പാണെന്നുള്ള ആ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരോടും എന്ത് സന്തോഷത്തെയാണ്. ജയിക്കുമെന്നുള്ള ഉറപ്പാണ്, ആത്മവിശ്വാസമാണ്. ഈ നോക്കുക എത്രയോ ആൾക്കാരാണ്, എത്ര UDF-ന്റെ തന്നെ അല്ല പല പ്രവർത്തകരും UDF പിന്തുണയ്ക്കുന്ന G. സുധാകരൻ സാറിനെ കാണുവാനും അദ്ദേഹത്തിന് പിന്തുണ അർപ്പിക്കാനും വേണ്ടി എത്രയോ ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജാതി മത ഭേദവർഗ രാഷ്ട്രീയം ഒന്നുമില്ല. അദ്ദേഹത്തിനെ ജയിപ്പിക്കുക എന്ന് മാത്രമാണ് ഈ കൂടിയിരിക്കുന്നവരെല്ലാവരുടെയും ഒരാഗ്രഹം. എന്തായാലും വിജയം സുനിശ്ചിതം എന്ന് വേണം പറയാൻ. ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഒരു വലിയൊരു പൂമാലയാണ്. അത് നമ്മുടെ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന G. സുധാകരൻ, നമ്മുടെ സാറെന്ന് വിളിക്കുന്ന ആ G. സുധാകരൻ സാറിനെ അണിയിക്കുകയാണ്. അത് KC വേണുഗോപാലിനെയും
AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് G. സുധാകരൻ സാറിനെ ഒരുമിച്ച് ആ മാലയിൽ അണിയിച്ച ആ ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അപ്പോൾ കൺവെൻഷൻ വേദിയിൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം എന്താണ് സംസാരിക്കുന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആൾക്കാരെല്ലാം ശ്രദ്ധയോടെ കൂടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ കേട്ടല്ലോ, നമ്മൾ നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് ഇപ്പം മുദ്രാവാക്യം വിളിയിൽ തന്നെ അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹം ഇവിടെ MLA ആയിരുന്ന സമയത്തും മന്ത്രിയായ സമയത്തും ഈ നാടിന് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ആ മുദ്രാവാക്യം വിളിയിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം കണ്ടല്ലോ, വളരെ ഹാപ്പി. നമ്മളെ കോൺഗ്രസിൻ്റെ ഷാളൊക്കെ അണിയിച്ച് അപ്പം വലിയൊരു സദസ്സും വേദിയാണ്. ഉണ്ട്, നിറച്ച ആൾക്കാരാണ്. ഇതൊന്നും ബംഗാളികളല്ല ഇരിക്കും, എല്ലാവരും മലയാളികൾ തന്നെയാണ്, കോൺഗ്രസ്സുകാരാണ്. അതായത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഇനി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ്. അല്ലാതെ കെട്ടിയിറക്കിയ ബംഗാളികളൊന്നും അല്ലായിരിക്കും, ഇതെല്ലാം മലയാളം. UDF